CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കാൻ ആൺകുട്ടികൾക്കും അനുമതി. കലാമണ്ഡലം ഭരണസമിതി യോഗത്തിലാണ് നിർണായക തീരുമാനം. ലിംഗഭേദമന്യേ കലാമണ്ഡലത്തിൽ എല്ലാവർക്കും പ്രവേശനം നൽകുമെന്ന് ഭരണസമിതി അറിയിച്ചു. അക്ഷരമുറ്റങ്ങൾ ഒഴിഞ്ഞു. കുട്ടിക്കൂട്ടം ഇനി അവധിക്കാല ആരവങ്ങളിലേക്ക്. ഒരു മാസക്കാലത്തോളം നീണ്ട പരീക്ഷാ ചൂടിന് ഇന്ന് വിരാമമായി. വിദ്യാലയങ്ങൾ മധ്യവേനലവധിക്കായി അടച്ചു. കുമരനെല്ലൂരിൽ നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. കപ്പൂർ കൊള്ളന്നൂർ സ്വദേശിയുടെ ഇലക്ട്രിക് ബൈക്കാണ് കത്തിനശിച്ചത്. പെസഹ ആചരണത്തിനൊരുങ്ങി ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴസ്മരണയിൽ ദേവാലയങ്ങളിൽ പെസഹ വ്യാഴം ശുശ്രൂഷകൾ നടക്കും. CSI കൊച്ചിൻ ഭദ്രാസനത്തിന് കീഴിലുള്ള കുന്നംകുളം സെന്റ് പോൾസ് ഇടവകയുടെ വാർഷിക കൺവെൻഷന് തുടക്കമായി. വൈകിട്ട് 6:30 ആരംഭിച്ച കൺവെൻഷനിൽ സിസ്റ്റർ ജസ്റ്റിന പി ജോസഫ് തിരുവനന്തപുരം വചന ശുശ്രൂഷ നിർവഹിച്ചു. മാസപ്പടി വിവാദത്തിൽ EDയുടെ അന്വേഷണം. CPM BJP കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമെന്ന് K മുരളീധരൻ. CPMഉം BJPയും കേരളത്തിൽ തോൽവി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായാണ് ഇത്തരം നാടകങ്ങൾ നടക്കുന്നത്. ഈ ഡീൽ നേരിടുക എന്നതാണ് UDF നയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഇലക്ഷൻ കമ്മീഷന്റെ സഹകരണത്തോടെ ജനഹിതം 2024 എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് ലോക നാടക ദിനം ആചരിച്ചു. നന്മ ഓഫീസിൽ നടത്തിയ ലോക നാടക ദിനാചരണം നാടക സംവിധായകൻ TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി ആരോഗ്യധാരയ്ക്ക് സമാപനമായി. ആളൂർ വായനശാല പരിസരത്ത് നടന്ന സമാപന ചടങ്ങ് കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഈസ്റ്റ് യൂണിറ്റ് 2024-25 വർഷത്തെ ID കാർഡ് വിതരണവും ജോസഫ് ചെറിയാൻ അനുസ്മരണവും ജില്ലാ മേഖലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ഇഫ്താർ വിരുന്നും നടത്തി. പുന്നയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആത്മപരിശീലന ക്ലാസിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിൽ പെല്ലറ്റ് മാധ്യമത്തിലൂടെ നടത്തിയ കൂൺ കൃഷി വൻ വിജയം. കൂടുതൽ കൃഷി ചെയ്യാൻ ഒരുങ്ങി സംരംഭകർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ലോക നാടക ദിനാഘോഷം സംഘടിപ്പിച്ചു. നുണക്കടവ് എടംപാടം കോൾപ്പടവിൽ ബണ്ടിരുന്നു. 100 അടിത്തോട്ടിൽ വെള്ളമില്ലാത്തതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. ചൊവ്വാഴ്ച രാത്രിയിലാണ് ബണ്ടിരുന്നത്. സ്കൂൾ അവധിയുടെ മുന്നോടിയായി ബ്ലാങ്ങാട് GFUP സ്കൂളിൽ നടന്ന പഠനോത്സവം സിനിമാ താരം മീനാക്ഷി അനൂപ് ഉദ്ഘാടനം ചെയ്തു. പുണ്യമാസമായ റമളാനിൽ വിപുലമായ പ്രവർത്തനങ്ങളുമായി SYS സാന്ത്വനം മഹൽ. SYS തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ തൃശൂർ മെഡിക്കൽ കോളേജിന് സമീപം 10 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാന്ത്വനം മഹൽ വ്യത്യസ്ത സേവന പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമാവുകയാണ്. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിന്റെയും കൂനമുച്ചി പൗരസമിതിയുടെയും ആഭിമുഖ്യത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം നടത്തി. കുന്നംകുളത്തെ പൊതുസ്ഥാപനങ്ങളുടെ മതിലുകളിൽ ആവിഷ്കരിക്കപ്പെട്ട സന്ദേശങ്ങളും ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും വേറിട്ട കാഴ്ചകളാകുന്നു. പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗമാണ് മാലിന്യ സംസ്കരണം, ആഗോളതാപനം, പരിസ്ഥിതി പരിപാലനം, ജലസംരക്ഷണം എന്നിവ വിഷയമാക്കിക്കൊണ്ട് മതിലുകൾ ആർട്ട് ഗാലറിക്ക് തുല്യമാക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭ 38-ാം ഡിവിഷൻ മുണ്ടത്തിക്കോട് ലിയോ വിനോദ് ചികിത്സാ സഹായനിധി സമാഹരണത്തിനായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നു. മാർച്ച് 29, 30, 31 തീയതികളിൽ NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന മുണ്ടത്തിക്കോട് പ്രീമിയർ ലീഗ് 2024 മത്സരത്തിൽ നിന്നും ലഭിക്കുന്ന തുക ചികിത്സാ നിധിയിലേക്ക് നൽകും. ചമ്മന്നൂർ GMLP സ്കൂളിൽ UKG കുട്ടികൾക്കായി കോൺവൊക്കേഷൻ സെറമണി നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.